വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം, ഞാൻ ഇടയിലായിരിക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടോളൂ, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ജെയിൻ വീലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്തതായി കയറിയത് ഒരു ബോട്ട് പോലെ, ബോട്ടല്ല കാറോ എന്തോ ഒന്ന് അങ്ങനെ വട്ടം കറങ്ങുന്നതാണ് മനസ്സിലായിട്ടോ. കഴിഞ്ഞ ജെയിൻ വീലിൽ കയറി ഉടനെ ഇറങ്ങി തന്നെ തലക്കൊരു മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാശി പിടിച്ച് കാവിടിനുള്ളിൽ പോയതാണല്ലോ, എന്നാൽ കൂടി അടുത്തതിനും കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ടാണ് കയറിയത് കേട്ടോ. ഞാനും നാസിയും കൂടെയാണ് കയറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു, അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂടിയപ്പോ ഞാൻ ആളോട് നിർത്ത് ചേട്ടാ, എനിക്കാണെങ്കിൽ ഹിന്ദി മറാത്തി ഒന്നും വരുന്നില്ല, മറാത്തി ഒട്ടും അറിയില്ല. ഹിന്ദിയിൽ എന്തെങ്കിലും പറയാൻ ഞാൻ ആദ്യമേ നാസിയോട് ചോദിച്ചു, ഹിന്ദിയിൽ എന്താ നിർത്താൻ പറയേണ്ടത് എന്നൊക്കെ പറയുന്നു. സംഭവം കയറി അതിനുള്ളിൽ കറങ്ങി തല ഇങ്ങനെ തീർക്കുന്ന രീതിക്കായി, അത് കൂടെ പൊടിയും ആ ഡസ്റ്റൊക്കെ കൂടെ മുക്കി കയറി തുമ്മലും വൊമിറ്റ് ചെയ്യാൻ വരലല്ലോ. ലാസ്റ്റ് ഈ ചേട്ടൻ അടുത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനം ആയത് കേട്ടോ. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ ഈ സാധനം ഇങ്ങനെ കറങ്ങിയിട്ടല്ലേ, അപ്പൊ ബാലൻസ് കിട്ടാത്ത പോലെ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നിൽക്കുമ്പോ തന്നെ വീഴുന്ന പോലെയൊക്കെ ഒരു തോന്നിട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാല് കുത്തുമ്പോ തന്നെ എനിക്ക് നടക്കാൻ പറ്റാത്ത പോലെ വീഴുന്ന ഒരു ബാലൻസ് അങ്ങോട്ട് പോയ മാതിരി ഉണ്ടായിരുന്നു. നാജിയും ചെറുതായിട്ടൊന്ന് കാലവിടെ കുടുങ്ങിയിട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടന്നു വരാൻ തീരെ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. നാജിയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്, കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, തല ഇറങ്ങാൻ ഛർദ്ദിക്കാൻ വരിക, എനിക്ക് ആകെ കൂടി ബാലൻസ് എല്ലാം പോയ ഒരു ഫീലായിരുന്നു. എന്താണെന്നറിയില്ല, ആദ്യമായിട്ടും കൂടെ കയറിയതുകൊണ്ടാന്നും കൂടെ തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഞാൻ ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക ചെയ്തത്, ഒട്ടും വരാൻ പറ്റാതെ ഞാൻ എന്റെ ഷിറ്റിനോട് ഇങ്ങനെ നോക്കുകയാണ്, എന്താ ഇപ്പൊ അവിടെ ഉണ്ടായെന്ന് പ്രശ്നം ഞാൻ ഇട്ട് കിട്ടും, കാരണം ഒന്നിനും പറ്റാത്തൊരു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യത്തെ പ്ലാൻ ഈ പഞ്ചാബി ദബി ഫുഡ് കഴിക്കാനുള്ള ഒറ്റ പ്ലാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഈ പ്ലാൻ ഞാൻ കുത്തി കയറ്റിയതാട്ടോ. എന്താ പറയും, മൊത്തത്തിൽ ഇങ്ങോട്ട് വാങ്ങി വന്നു എന്നൊക്കെ പറയണ പോലെ വേറെ വഴിക്ക് പോയ ഇവിടെ നിന്ന് വേറെ വഴിക്ക് തിരിച്ചിട്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് വന്നു. കുഴപ്പമൊന്നുമില്ല, ആദ്യമായിട്ടൊരു ട്രൈ ചെയ്തുകൊണ്ടായിരിക്കാം. കുറച്ചു നേരത്തേക്ക് ഞാൻ ആ ലോകത്തേക്കേ അല്ലായിരുന്നു, ഇവരോടൊന്നും സംസാരിക്കില്ല, ആകെ കൂടെ ഒരു കിളി പോയൊരു അവസ്ഥയായിരുന്നു. അത് അങ്ങനെ ഉണ്ടാവുമല്ലോ, ആകാശത്തും കയറി മറ്റേ ജെയിൻ വീലും കയറി, പിന്നെ ആ കൂടെ ഒരു കറക്കൊക്കെ ആയപ്പോ ശുഭം. അങ്ങനെ ഫുഡ് വരണമെന്ന് അധികം ഒന്നും എടുത്തില്ല, നല്ല ഫുഡായിരുന്നു, അടിപൊളിയായി കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് വരിക ചെയ്തത്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്റെ കിളി പോയിരുന്നു. അപ്പൊ അത്രയ്ക്കുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം. ചേട്ടാ ബൈ ബൈ, ടേക്ക് കെയർ.